പിന്നെ ഈ അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന വ്യക്തി സത്യം പറഞ്ഞാൽ റിവ്യൂ പറയുന്നത് പൈസ വാങ്ങിക്കൊണ്ടാണ് പറയുന്നത് എന്ന് എനിക്ക് വ്യക്തമായ അറിവുണ്ട്. അതായത് ഒരു മൂവിക്ക് 1 ലക്ഷം രൂപയാണ് പുള്ളി ചോദിക്കുന്നത്. അതായത് 1 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ പുള്ളി നെഗറ്റീവ് പറയും, 1 ലക്ഷം രൂപ കൊടുത്താൽ പോസിറ്റീവ്. എടാ താടി വെച്ച അന്ത അട്ടാസിന്റെ പ്രൊഡ്യൂസറെ, എടാ മാധവ് സുരേഷ് ഗോപിന്റെ മോനെ നിന്നോടും പറയാണ്, മാധവ് സുരേഷ് എന്ന് പറയുന്ന സുരേഷ് ഗോപിന്റെ മോനെ നിന്നോടും പറയാണ്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്നലെ ഈ അംഗമട്ടഹാസം ടീമിൻ്റെ പ്രസ് മീറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചതായിരുന്നു, ഇതിന് മറുപടിയായിട്ട് കോക്ക് വരും എന്നുള്ളതും. ഞാൻ ഞങ്ങൾ ഈ ഒരു വിഷയം കണ്ട് സംസാരിച്ച വ്യക്തിയോട് പറഞ്ഞാൽ കോക്ക് വരും, അത് രാത്രി ആയിരിക്കും. അത് ഞാൻ വളരെ കൃത്യമായിട്ട് വിളിച്ചപ്പോൾ ഞങ്ങൾ സംസാരിച്ച പറഞ്ഞൊരു കാര്യമാണ്, നട്ടപ്പാതിരയ്ക്ക് കോക്കിൻ്റെ ഭാഗത്തുനിന്നൊരു വീഡിയോ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഈ നാടൻ ഭാഷയിൽ പറയുമല്ലോ, എനിക്ക് അവൻ്റെ മുഖത്തൊക്കെ രണ്ടെണ്ണം പറയണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം അടിച്ചാലേ ശരിയാവുള്ളൂ. മനസ്സിലായില്ലേ? ആ ഒരു ലൈനിലൊരു മറുപടി ആയിരിക്കും. കോക്ക് രണ്ടെണ്ണം അടിച്ചിട്ട് സംസാരിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത്ര അധികം ഹീസ് ലിറ്ററലി പിസ്ഡ് ഓഫ്. കാരണം അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു മറുപടി ആയിരുന്നു കോക്കിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ഇതുവരെ ഒരുപാട് അലിഗേഷൻസും കമൻസും ഒക്കെ കോക്കിന് അഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഞാനും പല സമയത്ത് എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു കാര്യം, കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കാശ് വാങ്ങിച്ചിട്ടാണ് റിവ്യൂ ചെയ്തിട്ടുള്ളത്, കാശ് വാങ്ങിച്ചിട്ടാണ് നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഏതെങ്കിലും ഒരുത്തൻ കമൻറ്റ് ബോക്സിൽ വന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുപാട് ആൾക്കാർ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്ന പോലെയല്ല. ഒരു പടത്തിൻ്റെ ഭാഗത്ത്, നമ്മൾ റിവ്യൂ പറഞ്ഞിട്ടുള്ള ഒരു പടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആൾ, പ്രൊഡ്യൂസർ പ്ലസ് അതിൽ ലീഡ് ആക്ടർ വന്നിരുന്നിട്ട് ഒരു പ്രസ് മീറ്റ് വിളിച്ചിരുന്ന് പറയുകയാണ് 1 ലക്ഷം രൂപ ആണ് ഇയാൾ ചോദിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ സമയത്ത് അപ്പുറത്തുള്ള ആൾക്ക് എന്തായാലും പൊള്ളും. കാരണം എനിക്ക് പേഴ്സണലി കോക്കിൻ്റെ ഈ ഒരു റിവ്യൂ, പ്രത്യേകിച്ച് ആ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് ഫീൽ ചെയ്തിട്ടുള്ളത്, നയാ പൈസ അയാൾ വാങ്ങിച്ചിട്ടില്ല. ഞാൻ ഇതിന് മുന്നേ പല വീഡിയോസ് ചെയ്ത സമയത്തൊക്കെ കോക്കിൻ്റെ ഈ റിവ്യൂവിനോട് ഞാൻ എതിർപ്പേ സംസാരിച്ചിട്ടുള്ളൂ. കോക്ക് റിവ്യൂ പറയുന്നതോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ പറയുന്നതൊക്കെ എല്ലാവരുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണ്, സിനിമ ഒരു വലിയ പ്രൊജക്റ്റാണ്, അതങ്ങനെയൊക്കെ സംഭവം നമ്മളതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒറ്റ കാര്യത്രേ പറയാനുള്ളൂ, കോക്കിനെ ഞാൻ വിമർശിച്ച്, ഞാൻ പേഴ്സണലി എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ കോക്കിനെ വിമർശിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ, ആ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഉടനെ പറയുന്നതുകൊണ്ടും കുഴപ്പമില്ല, അത് അവരുടെ ഉപജീവന മാർഗ്ഗം തന്നെയാണ്, ഡെഫിനറ്റ്ലി വാശി കിട്ടാൻ വേണ്ടി തന്നെയാണ്. വിഷയം എന്താണെന്ന് വെച്ചാൽ, കോക്കിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന അയാളുടെ അവതരണ ശൈലി ആണെങ്കിൽ കൂടി ഇയാളുടെ അവതരണത്തിൽ 2-3 പ്രശ്നങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് ബോഡി ഷെയ്മിങ്, ഒരാളെ ഒരുപാട് ഷെയിം ചെയ്യുന്ന കാര്യമുണ്ട്. അതും ആയിക്കോട്ടെ, ട്രോളും മീമും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ സിനിമയെ സംബന്ധിച്ച് പ്രശ്നം വരുന്നറിയോ, കറക്റ്റായിട്ട് അതിന് ഇന്ന സമയത്ത് ഇന്ന സംഭവിച്ചു, പിന്നെ ഇയാൾ ഇന്നൊരു വരവുണ്ട്, അവസാനം ഇങ്ങനെ ഒരു പോക്കുണ്ട്, അതിനിടയ്ക്ക് ഇവൻ ഇങ്ങനെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കോക്കിൻ്റെതായ രീതിയിൽ സർക്കാസ്റ്റിക് രൂപേണ പറഞ്ഞു വെക്കുന്ന ഒരു സ്വഭാവം കോക്കിനുണ്ട്. ഈ കാര്യത്തിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എപ്പോഴും കോക്കിൻ്റെ കാര്യത്തിൽ എതിർത്തിട്ടേ ഉള്ളൂ. ഒരുപാട് സപ്പോർട്ട് കോക്കിനുണ്ട്, അതുകൊണ്ട് നമ്മളുടെ പോലുള്ള ആൾക്കാരുടെ എതിർപ്പും കാര്യങ്ങളൊന്നും അവിടെ ഒരു വിഷയമായിട്ട് വരുന്നില്ല. പക്ഷേ എന്താ സംഭവിച്ചാൽ, ഇങ്ങനെ ഒരു പ്രസ് മീറ്റിൽ വന്നിരുന്നിട്ട് കാശ് വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആരോപണം ഒരാളുടെ പേരിൽ വെക്കുന്ന സമയത്ത് അതിന് സോളിഡ് ആയിട്ടുള്ളൊരു എവിഡൻസോ അല്ലെങ്കിൽ പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും അറിയോ, ഇത് വീണ്ടും ഇതുപോലത്തെ ആൾക്കാർക്ക് മൈലേജാണ് ഉണ്ടായി കൊടുത്തിട്ടുള്ളത്. ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു, നിങ്ങൾ കോക്കിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ കുറച്ച് ഭാഗം ഞാൻ പ്ലേ ചെയ്യാം. വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ പ്രൊഡ്യൂസർ വന്നിട്ട് പറയാണ്, അവൻ 1 ലക്ഷം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ നെഗറ്റീവ് റിവ്യൂ പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, യൂട്യൂബ് ഇന്ന് എത്ര വരുമാനം ഉണ്ടെന്നുള്ള എത്ര പേർക്ക് അറിയുന്നുള്ള അറിയില്ല. പക്ഷേ ഈ സിനിമേൻ്റെ ഇതിൽ വന്നിരുന്ന് സംസാരിക്കുന്ന വ്യക്തികൾക്ക് ഒരു വിധം അറിയണം ഇതെന്ന് എന്ത് ഉണ്ടയാണ് അല്ലെങ്കിൽ എന്താണ് ഇതെന്ന് കിട്ടുക എന്നുള്ളത്. എടോ ചങ്ങാതി, ഏകദേശം 5 ലക്ഷം പേര് കാണുന്നുണ്ട് ആവറേജ് ഈ ചങ്ങാതിയുടെ റിവ്യൂ. 1 മില്യൺ 10 ലക്ഷത്തിനടുത്ത ആൾക്കാർ കാണുന്നുണ്ട് റിവ്യൂ. അതൊരു മനുഷ്യൻ കുറേ കാലങ്ങൾ കൊണ്ട് ആൾക്കാരെ അടുത്ത് നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ട്രസ്റ്റാണ്. അതിൽ നിന്ന് എത്ര രൂപ കിട്ടുന്നുണ്ടെന്നുള്ള അറ്റ്ലീസ്റ്റ് വളരെ മിനിമമായിട്ട് ഇതിൽ ഈ ഒരു ഫീൽഡിലിരിക്കുന്ന ആൾക്കാരോടെങ്കിലും ചോദിക്കേണ്ടത്. എന്നിട്ട് വേണ്ട ഒരു ഫിഗറൊക്കെ വിളിച്ച് പറയാൻ. 1 ലക്ഷം രൂപയ്ക്കൊക്കെ ഈ ചങ്ങാതിക്ക് 1 മില്യൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ഒരു റിവ്യൂ ചെയ്ത് എത്ര രൂപ കിട്ടുന്നുണ്ടെന്ന് അറിയോ? ഇതുപോലത്തെ വ്യക്തികളൊക്കെ തരക്കടിൽ ഏതെങ്കിലും നക്കാപ്പിച്ച റിവ്യൂ പറയുന്ന ആൾക്കാരെ കൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ 1 ലക്ഷം രൂപയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഫിഗർ പറയുന്ന സമയത്ത് കോക്ക് അക്ഷരാർത്ഥത്തിൽ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനത് പറയണമെന്ന് വെച്ചാൽ, എനിക്ക് സഹതാപം തോന്നുന്നത് സുരേഷ് ഗോപിനോടാണ്. ഒരു കാര്യമില്ലാണ്ട് അതിനെ പിടിച്ച് വലിച്ചഴിച്ചിട്ട് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. സുരേഷ് ഗോപി ഇത്ര കാലമായിട്ട് സിനിമയിലുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് പുള്ളി, സാറേ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്, മകന് പറഞ്ഞ് ഞാൻ ആരെയും ഒഫൻഡ് ചെയ്ത് സംസാരിക്കില്ല കേട്ടോ പ്ലീസ്. ആദ്യം തന്നെ ഈ കാര്യം പറഞ്ഞ് ഈ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള അംഗം അട്ടഹാസം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഞാൻ കണ്ടിട്ടില്ല, ഞാനോട്ട് കാണാനും പോകുന്നില്ല. കാരണം ഞാൻ ഈ മാധവ് സുരേഷിൻ്റെ സിനിമ കണ്ടതെന്ന് എനിക്ക് പേഴ്സണലി, ഞാൻ ഒഫൻഡ് ചെയ്ത് സംസാരിക്കില്ല, ഒന്നും വിചാരിക്കരുത്. എല്ലാവരും എല്ലാത്തിലും പെർഫെക്റ്റ് ആയിരിക്കില്ല, എല്ലാവർക്കും എല്ലാ കഴിവും ഉണ്ടായിരിക്കില്ല.
സുരേഷ് ഗോപിയുടെ മോനാണ് എന്ന് വിചാരിച്ചിട്ട് മറ്റേ ഗോകുൽ നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. എനിക്ക് അവൻ്റെ അഭിനയം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ചങ്ങാതി മാധവ് സുരേഷിൻ്റെ അഭിനയം എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ കണ്ടീഷനിൽ സിനിമയിൽ സർവൈവ് ചെയ്തിട്ട് ഒരു മുൻനിരയ്ക്ക് എത്തല് പോട്ടെ, ഒരു സൈഡ് റോൾ പോലും ചെയ്തിട്ട് സർവൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി അഭിനയത്തിലില്ല. ആക്ച്വലി പറഞ്ഞ സമയത്ത് നമ്മളൊക്കെ വലിയ അഭിനയക്കാരെന്നായിട്ടൊന്നല്ല പറയുന്നത്, ഒരു ആസ്വാദകൻ, സിനിമ ആസ്വാദകൻ, ആ അഭിനയം നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ ഇതൊരു ഒഫൻസായിട്ട് എടുക്കാതെ ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം പോലെ അങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല, അങ്ങനെ പറയുകയാണ്. ആ ഒരു ടാലൻറ്റ് സുഹൃത്തെ നിങ്ങൾക്ക് ഇല്ല എന്ന് വെച്ച് ഫഹദ് ഫാസിൽ പണ്ട് പഴയ മൂവിയിൽ വന്ന സമയത്ത് ഫഹദ് എങ്ങനെ രണ്ടാമത് റീ എൻട്രി നടത്തിയെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. മമ്മൂക്കയുടെ മൂവിയിൽ, പണ്ടത്തെ മൂവിയിൽ വന്നിട്ട് തിരിച്ചു പോയിട്ടുള്ള വ്യക്തി ഇന്ന് ആരാണെന്നുള്ള കാര്യം അറിയാം. അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് തിരിച്ചു വരാനൊന്ന് ശ്രമിച്ചു നോക്കുക. ദയവ് ചെയ്ത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് മാത്രമാണ്. അല്ലാണ്ട് ആരുടെങ്കിലുമൊക്കെ എന്തെങ്കിലും വാക്ക് കേട്ടിട്ട് പ്രസ് ക്ലബ്ബാണ് അവിടെ ചെന്നിരുന്നിട്ട് പ്രസ് മീറ്റ് കുറേ ക്യാമറ വിളിച്ചാൽ വരും എന്നുള്ള കാര്യം കൊണ്ടൊന്നും ഇതുപോലത്തെ പരിപാടികൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് നടപടിയാവുന്ന കാര്യമല്ല. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവം, സിനിമ എടുക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട സംഭവം, ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള വിജയ് ബാബു ആണ് കേട്ടോ. ഞാൻ പറയാം, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട സംഭവം എന്താണെന്നറിയോ, മലയാളം ഫിലിം ഇൻഡസ്ട്രി നിയന്ത്രിക്കുന്നത്, നിങ്ങൾ ശരിയാണ്, നല്ല പടങ്ങൾ ഇറക്കിക്കഴിഞ്ഞാൽ നല്ല പടത്തിന് എവിടെയും വാല്യൂ ഉണ്ടായിരിക്കും. ഈ നല്ല പടം എന്ന് ഇത് പുറത്തിറങ്ങിയതിനും ശേഷം മാത്രമല്ല, അതിന് മുന്നേ തന്നെ തീരുമാനിക്കുന്ന പല ഘടകങ്ങളും ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിജയ് ബാബുവിൻ്റെ പേര് ഞാൻ എടുത്തു പറയുന്നത്. പല ആൾക്കാരുടെ പല കാര്യങ്ങളും ഞാൻ എടുത്തെടുത്ത് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, ഒരു സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ പല ഘടകങ്ങളുണ്ട്. ഇതിൽ കാശ് മുടക്കുന്നവൻ വളരെ മിനിമം ഒരു കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉള്ളവനായിരിക്കണം. അവൻ ചിന്തിക്കണം, ഈ സാധനം ഒരു തേർഡ് പേഴ്സൻ്റെ പോലെ കാണുക, അല്ലെങ്കിൽ 3-4 ആൾക്കാരുടെ അവനാണ് സ്വയം ബോധ്യമില്ലെങ്കിൽ ഇത് ഞാൻ കാശ് മുടക്കി, ബിസിനസ്സാണിത്, ഇതിൽ പൈസ മുടക്കി കഴിഞ്ഞാൽ വിജയിക്കുമോ എന്ന് അറിയാനുള്ള വളരെ മിനിമം ആയിട്ടുള്ളൊരു സംഭവം വേണം. അതിനുശേഷം ഇങ്ങനത്തെ പരിപാടികൾക്ക് ഇറങ്ങി തിരിക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ മലയാള സിനിമയിൽ ഇന്ന് ബാക്കിയൊക്കെ പോട്ടെ, മലയാള സിനിമയിൽ വെച്ചിട്ട് ഇന്നൊരു മൂവി ഹിറ്റാവണോ ആവണ്ടേ എന്നുള്ളത് തീരുമാനിക്കേണ്ട വലിയൊരു പങ്ക് അശ്വന്ത് കോക്ക്, സീക്രട്ട് ഏജൻറ്റ്, ഷസാമ്, ഉണ്ണി വ്ളോഗ്സ്, മറ്റേ മൂവി റീലോഡ്, ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർക്കുണ്ട്. ഇതൊരു പരമാർത്ഥമാണ്. ഇത് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് വിജയ് ബാബു. നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ മറ്റേ ആ നായക്കുട്ടുള്ള സിനിമ ഇറങ്ങിയ സമയത്ത് വിജയ് ബാബു ഈ കണ്ട ആൾക്കാരെ പ്രൈസ് ചെയ്തിട്ട് അവരെ കൂടെ ആക്കിയിട്ട് അവരെ ചേർത്ത് നിർത്തി. എന്ന് വെച്ച് പറഞ്ഞു വിചാരിച്ച് വിജയ് ബാബു എന്ത് ചപ്പുചവറ് കൊണ്ട് ഇറക്കി കഴിഞ്ഞാലും ഇവരെടുക്കുന്നല്ല. പക്ഷേ ഇവരൊക്കെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ഇതൊന്നും അറിയാതെ ഈ ഒരു പരിപാടി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇനിയും ഇതേപോലത്തെ ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഞാനോ ആരോ ആയിക്കോട്ടെ, അവർക്ക് കൂടുതൽ ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ അറിയണം. ഞാൻ ഉദ്ദേശിച്ചത് അവർ ചെയ്ത് തെറ്റാണെന്നുള്ള കാര്യം കൊണ്ടല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. ഈ ഒരു കാര്യത്തിൽ അശ്വന്ത് കോക്കിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിലയ്ക്ക് നിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിയണം. ഒന്നുകിൽ, മനസ്സിലായില്ലേ, അല്ലെങ്കിൽ ഇതിനെ മാനിഫെസ്റ്റ് ചെയ്യുക, എന്താ പറയുക, ഇതിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടിട്ട് ആ ബിസിനസ്സിനെ വളർത്താം. നമ്മൾ എല്ലാ ബിസിനസ് നടത്തുന്ന സമയത്തും പല രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായിരിക്കും. അതിനും നല്ല വെടക്കാക്കി തനിക്കാക്കുന്ന രീതിയിൽ എന്തെങ്കിലും പരിപാടി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. ഇതുപോലത്തെ പരിപാടി ചെയ്യാൻ പാടൂ. ഞാൻ സത്യം പറഞ്ഞാൽ പണ്ട് മുതലേ പറഞ്ഞിട്ടുണ്ട്, പ്രൊജക്റ്റാണ് സംഭവം സത്യം. പക്ഷേ ആൾക്കാർ ഇന്ന് നേരെ മറിച്ച് ചിന്തിക്കുകയാണ്. റിവ്യൂ കാണാതെ ആൾക്കാരൊന്നും ഒരു പ്രൊഡക്റ്റൊന്നും വാങ്ങിക്കില്ല, ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നില്ല, ഒരു ഇത് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. എല്ലാത്തിനും റിവ്യൂ തന്നെ നിർബന്ധം. ഒരു വണ്ടി വാങ്ങണമെന്നുണ്ടെങ്കിലും അതിനും പോയി റിവ്യൂ കാണും, എല്ലാത്തിനും കാണും. കാരണം ആൾക്കാർക്ക് കാശിന് അത്രയും ബുദ്ധിമുട്ട് തന്നെയാണ്. ഞാൻ ഇത് സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ തീരുമാനിക്കണം ഇത് ഏത് രീതിയിൽ ഇതിനെ പുറത്തേക്ക് വിടണം എന്നുള്ളത്. ഷസാമിൻ റിവ്യൂ ചെയ്യുന്നുണ്ടല്ലോ, മറ്റൊരൊക്കെ റിവ്യൂ ചെയ്യുന്നുണ്ട്, സീക്രട്ട് റിവ്യൂ ചെയ്യുന്നുണ്ട്. അശ്വന്ത് കോക്കിൽ നിന്ന് എനിക്ക് ചെറിയൊരു എതിർപ്പ് മാത്രമല്ല, അയാളുടെ ശൈലി എന്തായിക്കോട്ടെ അത്ര മാത്രമേ ഉള്ളൂ. ഈ രീതിയിൽ പറഞ്ഞു പോകുന്ന നറേറ്റീവിനോട് ഞാൻ എതിർക്കുകയാണ്. അത് എതിർക്കേണ്ട രീതിയിൽ എതിർക്കാതെ ഇതുപോലെ കാശ് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വായിലിരിക്കുന്ന സംഗതികൾ കേൾക്കേണ്ടി വരും. ഞാൻ ഇവൻ്റെ പ്രസ് മീറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത്ര പറഞ്ഞിട്ട് അവർക്ക് തെളിയിക്കാൻ അവർക്ക് മാർഗ്ഗമില്ല, അത്രേ, എനിക്കിത് തെളിയിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ താടി വെച്ച ആ പ്രൊഡ്യൂസർക്കൊക്കെ കുറച്ചെങ്കിലും വിവരം അല്ലെങ്കിൽ എനിക്കൊന്നും ഇയാൾക്ക് എന്താ അവനാണ് അധ്വാനിച്ചിട്ടുള്ള കാശല്ലേ, അതുകൊണ്ടൊന്ന് ഇറക്കുന്ന സമയത്ത് നോക്കണ്ടേ. വെറുതെ ഒന്നും അല്ല കേട്ടോ സുഹൃത്തെ. നിങ്ങളെ പ്രസ് മീറ്റ് ഇന്നലെ കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ചാണ്, ഒരാളുടെ പേരിൽ വളരെ ബേസിക്കായിട്ട് ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അത് നിലനിൽക്കുമെന്നെങ്കിലും നോക്കണ്ടേ. തെളിവില്ലാതെ ഇത് എന്ത് വർത്താനം പറയുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ റെക്കോർഡിങ് സൂക്ഷിച്ചിട്ടുണ്ട് എന്തെങ്കിലും? ഇതൊന്നുമില്ല. ഏതെങ്കിലും ഒരുത്തൻ ഇപ്പം ഞാൻ വിളിച്ചിട്ട് പോലും ഈ ചങ്ങനോട് ഒരു അശ്വന്ത് കോക്കിന് 1 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ കാശ് വാങ്ങിയതാണോ? ആ കോക്കിൻ്റെ ഭാഷ, ശരീരഭാഷ എന്ന് വളരെ കൃത്യമായിട്ടൊരു കാര്യം ക്ലിയറായിട്ട് എവിഡൻ്റ് ആണ്.
അയാൾ നയാ പൈസ വാങ്ങിച്ചിട്ടില്ല. എൻ്റെ അറിവ് പ്രകാരം കാശ് വാങ്ങിക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നത്. ഉണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള പരിപാടി ചെയ്യും. കേസ് കൊടുക്ക്, നിയമ സംവിധാനം വെച്ച് ചെയ്യ്, അല്ലെങ്കിൽ ട്രാപ്പോ എന്താ ചെയ്യ്. കാശ് വാങ്ങിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കൊടുക്കാനുള്ള പരിപാടി ചെയ്യും. ഇത്ര കാലമായിട്ടും കോക്ക് റിവ്യൂ പറഞ്ഞിട്ടും ഇത്ര അധികം ആൾക്കാർ കോക്കിനെ എതിർത്തിട്ടും ഇതുവരെ അയാൾ കാശ് വാങ്ങുന്നു എന്നുള്ള കണ്ടീഷനിൽ ഒരാൾക്കും തെളിയിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ഈ നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ടെലിഫോൺ കോളിലൂടെയും പല കാര്യങ്ങളിലൂടെയും സംസാരിച്ച് തെളിയിക്കുന്നുണ്ട്. ഇതുവരെ അശ്വന്ത് കോക്ക് കാശ് വാങ്ങിച്ചിട്ടാണ് പരിപാടി ചെയ്തെന്നുള്ളത് ഒരു ഫോൺ രേഖയോ എന്തെങ്കിലും. ഇതിൽ അശ്വന്ത് വളരെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. കാശ് എവിടെ കൊണ്ടുവച്ചത്? എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചത്. ഒരു മനുഷ്യന് കാശ് കൊടുക്കുന്നതിന് ഇതില്ലേ? അറ്റ്ലീസ്റ്റ് ഇത് ചോദിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതെങ്കിലും നോക്കണ്ടേ? വിവരമില്ലായ്മ വെറുതെ വന്ന് പറഞ്ഞിട്ട് കോക്കൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ. കുറേ നാളുകളായിട്ട് കുറേ പട്ടികൾ, എടാ പട്ടികളെ, ആ പട്ടികളോടാണ് പറയുന്നത്, ഞാൻ കാശ് വാങ്ങിച്ചിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. വാട്ട് ദ ഫക്ക്? ഞാൻ കാശ് വാങ്ങിച്ചിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. ഇതിൻ്റെ ബേസിക് അടിസ്ഥാനം എന്താ? എങ്ങനെയാണ് കാശ് വാങ്ങിക്കുക? നീയും നിൻ്റെ തന്തമാരെല്ലാവരും കൂടെ ഒരു ചാത്തിൽ കിട്ടിയിട്ട് ഇതിന് കാശ് പിന്നെ എൻ്റെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ സെക്യൂരിറ്റിന് എടുത്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ ആ കാശ് എടുത്തിട്ട് ഞാൻ തീരുമാനിക്കുകയാണോ ഈ സിനിമയ്ക്ക് പോസിറ്റീവ് പറയണോ നെഗറ്റീവ് പറയണമെന്ന്? അല്ലാതെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇതിന് പ്രൂഫ് കാണുമല്ലോ. എനിക്ക് ഒറ്റ ബാങ്ക് അക്കൗണ്ടുള്ളൂ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പേരാമ്പ്ര ADB. അന്വേഷിച്ചോ, മാനേജർ എൻ്റെ സുഹൃത്തം. നിങ്ങൾ പറയുന്നതിൻ്റെ എന്ത് അടിസ്ഥാന കാശ് വാങ്ങിച്ചെന്ന് നടത്തിയിട്ട് പറയുവാണ്, പ്രസ് മീറ്റ് വിളിച്ചിട്ട് പറയുവാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഏത്? ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു. ഞാൻ ഇപ്പോൾ ഓൺ റെക്കോർഡ് ഞാൻ പറയുന്നു, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെടുന്ന തെളിവ് നിന്റെ അടുത്തുണ്ടോ? ഇത്രയും ഗട്സിലൊരു വ്യക്തി വന്നിരുന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് തന്നെ മനസ്സിലാക്കിക്കൂടെ? എല്ലാവരും അശ്വന്ത് കോക്ക് നിയമപരമായിട്ട് നേരി ഇത് ഇവിടെ കൊണ്ടൊന്നും തീരില്ല കേട്ടോ. ദിസ് ഇസ് ഗോയിങ് ടു ബി ബിഗ് പ്രോബ്ലം. ഞാൻ ആവശ്യപ്പെട്ടു നീ പറയുന്നല്ലോ. എടാ ഒരു പറയുമ്പോൾ ഒരു മിനിമം മര്യാദ വേണം. എന്നെ നാണം കെടുത്ത് 1 ലക്ഷം ഉലുവയോ നിന്റെ തീട്ടപ്പടത്തിന് 1 ലക്ഷം രൂപ കേരളത്തിൽ എല്ലാ ജനങ്ങൾക്ക് കൊടുത്താൽ പോലും ഒരു പണം കാണില്ല. അത്രയും തീട്ടപ്പടാടോ, തീട്ടപ്പടം. ഓൺ റെക്കോർഡും പറയാം. ഇതെല്ലാം കണ്ടു തീർത്ത അവസ്ഥ എനിക്കറിയാം, ഉണ്ണിക്കറിയാം, ഇത് കണ്ട തിരുവനന്തപുരം അറിയാം. ഇനി ഇതിൽ വേറൊരു വിഷയമുണ്ട്. ഈ പ്രസ് മീറ്റിൽ ഇവർ വേറൊരാളുടെ പേരും കൂടി പറഞ്ഞു. ഒരു യൂട്യൂബർ ഇതേമാതിരി നെഗറ്റീവ് റിവ്യൂ ഇട്ടുണ്ട്. അയാൾ ബഹ്റൈൻ ഖത്തറിൽ ഇരുന്നിട്ടാണ് കണ്ടതെന്ന് പറഞ്ഞു. ചേടാ ആ ചങ്ങാതിൻ്റെ വീഡിയോ ഞാൻ നോക്കിയ സമയത്ത് എന്താണെന്നറിയോ? അയാൾ മലയാളത്തിൽ എഴുതിയിട്ടുള്ള ലുലുമോൾ പോലത്തെ ഏതൊരു സ്ഥലത്ത് നിന്ന് കൊച്ചിയിലാണ് പറഞ്ഞത്, അവിടുന്ന് കണ്ടിരിക്കുന്നത്. അതായത് ഇവർ പറയുകയാണ്, പ്രസ് മീറ്റിൽ വന്നിട്ട് പറയുകയാണ്, ഈ സിനിമ ഞങ്ങൾ ഓവർസീസ് റിലീസ് ചെയ്തിട്ടില്ല. ഇത് റിലീസ് പോലും ചെയ്യാതെ ബഹ്റൈനിലിരുന്നു കൊണ്ട്, ഖത്തറിൽ അവർ പറഞ്ഞത്, ഖത്തറിലിരുന്നു കൊണ്ട് ഒരുത്തർ ഇത് പടം മോശമാണെന്നുള്ള റിവ്യൂ ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ അവനെതിരെയും ഇത് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അവർ പറയുന്നുണ്ട് പ്രസ് മീറ്റിൽ. പക്ഷേ ആ ചങ്ങാതി വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് കൊച്ചിയിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. അല്ല, അത് ആ വീഡിയോ കണ്ടാൽ തന്നെ വളരെ കൃത്യമായിട്ട് മലയാളത്തിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എഴുതിയിട്ടൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തേണ്ട ഈ വക പരിപാടിക്ക് ഇറങ്ങുന്നതിന് മുന്നേ. ഇതിപ്പോൾ വീണ്ടും ഇതുപോലത്തെ ആൾക്കാർക്ക് മൈലേജ് ഉണ്ടാക്കി കൊടുക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. മൈലേജ് അല്ല, അവർക്കൊന്നും ഇതുകൊണ്ട് മൈലേജ് വേണ്ട. റിവ്യൂ പറഞ്ഞിട്ട് തന്നെ പരിപാടി മുന്നോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് പറയുവാണേ, ഈ മാനിലിരുന്ന് പറയുവാണ്, 1 ലക്ഷം രൂപ ഞാൻ വാങ്ങിക്കുന്നത്. ഞാൻ ഐ ഹാവ് ഓൾറെഡി ടോക്ക് വിത്ത് മൈ അഡ്വക്കേറ്റ്, ഹൈക്കോടതി അഡ്വക്കേറ്റ്, എൻ്റെ അഡ്വക്കേറ്റ് ഉണ്ട് അവിടെ, മൈ പേഴ്സണൽ ബ്രോ അഡ്വക്കേറ്റ് ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ മൂവ് ഓൺ ചെയ്യണം, കേസ് ഫയൽ ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡ്യൂസർ താടിക്കാരൻ അപരാധി പറയുവാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെടും. അതിന് തെളിവ് കാണിക്കേ. ഞാൻ മൈൽഡല്ല, ഞാനൊന്ന് ഹൈ കൊടുത്താം. തെളിവ് കാണിക്കടാ. ഇവൻ പറയുന്നത് ഓൺലൈൻ ട്രാൻസാക്ഷൻ അല്ല, എൻ്റെ ആൾക്കാരാണ് ഇവനെ. കമൻറ്റ് ബോക്സിൽ എല്ലാം പറയുന്നുണ്ട് ഇവൻ 2 അടിച്ചു വന്നിരുന്നിട്ടാണ് സംസാരിക്കുന്നത്. എനിക്കതൊന്നും തോന്നുന്നില്ല. ഞാൻ ആദ്യം ഒരു ജസ്റ്റ് ഒരു ഉപമ പോലെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ചില സമയത്ത് ഈ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഇത്ര ഇതാണെന്നല്ല പറയുന്നത്, തോന്നിപ്പോവും. നമ്മളോട് 2 വർത്തമാനം പറയണമെന്ന്, ടൗൺ 2 വർത്തമാനം പറഞ്ഞ് 2 അടിക്കണം എന്ന് പറയില്ലേ, ആ ഒരു പറഞ്ഞുള്ളൂ കേട്ടോ. എൻ്റെ ഏതാൾക്കാരടാ പാണ്ടിക്കരിമ്പാറ, എൻ്റെ ഏതാൾക്കാരെ, എനിക്ക് ഏതാൾക്കാരെ, ഞാൻ തനിയാൾ എൻ്റെ ഏതാൾക്കാരെ, പട്ടികളെ ഞാൻ പറയുന്നേ, കോമൻസ് ഇടുന്ന പട്ടികളെ. ഞാൻ എന്താണ് ബ്രൊമാൻസിന് പൈസ വാങ്ങിച്ച്, അതടിക്ക് പൈസ വാങ്ങിച്ച്, സൈൽ അനന്തോട് പൈസ വാങ്ങിച്ച്, സൈലത്തിൽ അനന്തോട് എനിക്കറിയാം, അനന്തോട് എന്നെ അറിയാം. ഇടോ ഞാൻ പൈസ, എനിക്ക് അത്ര പൈസ ആവശ്യമില്ലടോ ജീവിക്കാൻ. അത്രയും പൈസ വാങ്ങിച്ചത് എന്ത് കാണിക്കാനാ? ദരിദ്രവാസികൾ എനിക്ക് തോന്നുന്നതാ. ഇവിടെ FBയിൽ ഡോളർ സെന്റിന് പോസ്റ്റ് ഇട്ട ആൾക്കാരെ തോന്നും, അവർക്ക് അവർ ബൈക്കിൽ പെട്രോൾ അടിക്കണമെങ്കിൽ 100 രൂപ പെട്രോൾ അടിക്കണമെങ്കിൽ 3-4 പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കുറേ സെന്റ് വിട്ട് $1 പറഞ്ഞാൽ 95 റുപ്പീസാണ് INR. മനസ്സിലായോ? ഇന്ത്യൻ റുപ്പീസ് INR, USD to INR, US ഡോളർ. കംപ്ലീറ്റ് വീഡിയോ അവിടെ പോയി കാണാം. ഒന്നും പറയാനില്ല. ഒന്നുകിൽ
നമുക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ വളരെ മിനിമം. ഇപ്പം നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഏതൊരു കൊച്ചു കുട്ടിക്ക് പോലും അറിയാം എന്തെങ്കിലും ആരോപണം ആരെങ്കിലും ഉന്നയിക്കുകയാണെങ്കിൽ അത് തെളിയിക്കാനുള്ള എന്തെങ്കിലും സാധനം ഉണ്ടോ എന്ന് നമുക്ക് നമ്മുടെ അടുത്ത് ഉണ്ടോ എന്നുള്ളത് നോക്കിയതിന് ശേഷം ഇതിലേക്ക് ഇറങ്ങുക. അല്ലെങ്കിൽ സ്വയം മാറും. നമ്മൾ മാത്രമല്ല, അനാവശ്യമായിട്ട് നമ്മളെ വീട്ടിലിരിക്കുന്നവർ വരെ തെറി കേൾക്കും. ഇതിൽ ധ്യാനിനെ പറ്റി പറയുന്നുണ്ട്, ഹൈദരലിനെ പറ്റി പറയുന്നുണ്ട്. ഹൈദരലിനൊക്കെ ഏറ്റവും കൂടുതൽ അവരെ മേലെ പ്രശ്നമുള്ളതാണ്. പക്ഷേ ഹൈദരലിനെ പറ്റി കൊക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രശ്നങ്ങളുണ്ടെങ്കിലും നേർക്ക് നേരെ സംസാരിക്കില്ല, അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങൾ പറയില്ല. പിന്നെ ധ്യാൻ ശ്രീനിവാസനെ പറ്റി പറയുന്നത്, ധ്യാൻ്റെ പടത്തിനൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ധ്യാനിനെ അറിയാം, ഒരു സ്പിരിറ്റിൽ എടുക്കുകയാണ്. ധ്യാനിനെ അറിയാം, സ്വന്തം കഴിവിൽ ധ്യാനിന് വിശ്വാസമുണ്ട്, ധ്യാനിന് കഴിവുണ്ടെന്നുള്ള ധ്യാനിനും അറിയാം. അത് നല്ല രീതിയിൽ ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ ഏതെങ്കിലും പടത്തിലൂടെ പുറത്തു വരുമെന്നറിയാം. ഇത് കഴിവില്ലാതെ ഇതിന് ഈ പരിപാടികൾക്കൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ ഒഫൻഡ് ചെയ്ത് സംസാരിക്കുകയല്ല, പിന്നെയും വീണ്ടും പറയാണ്, മാധവ് സുരേഷ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ചിന്തിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. ടേക്ക് എ ബ്രേക്ക്, കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലാക്കിയതിന് ശേഷം നല്ലൊരു പടത്തിലൂടെ തിരിച്ചു വരിക. അല്ലാണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും കയറിയിട്ട് ഗുണ്ടാ നേതാവുണ്ടെന്ന് വിചാരിച്ചിട്ട് അവനാൻ അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റവർ ചെയ്തു വെച്ചിട്ടുള്ള റോളുകൾക്കൊക്കെ അതന്നെ നമുക്ക് എടുത്ത് ചെയ്തതിന് അതിന് പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് അറ്റ്ലീസ്റ്റ് ഒരു റീലിലൂടെയെങ്കിലും നമ്മൾ ചിന്തിക്കുക. അറ്റ്ലീസ്റ്റ് വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബ് ഷോർട്സ് ഇട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ക്യാമറ എടുത്തിട്ട് അതേ രംഗം നമ്മൾ സ്വയം ചെയ്തത് നമ്മൾ തന്നെ ഇരുന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മളൊക്കെ പലരും ചെയ്തിട്ടുണ്ട്, പല റീലുകളും ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. മറ്റേ ഇതിലുള്ള അഭിനയിച്ചിട്ടുള്ള മാർക്കോൽ ഉണ്ണിമൂന്തങ്ങൾ ചെയ്തിട്ടുള്ള സംഭവമൊക്കെ എടുത്ത് രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ എന്ന് വെച്ചിട്ട് അതെടുത്ത് ചെയ്യാന്നല്ലല്ലോ, അത് മറ്റുള്ളവൻ്റെ കാശിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ മാധവ് സുരേഷ് ഇതിൽ വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. പിന്നെ ഞാൻ പലപ്പോഴായിട്ട് ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്, നല്ല രീതിയിൽ സംസാരിക്കും, ഇംഗ്ലീഷ് നല്ല ശബ്ദമാണ്, അങ്ങനെ വല്ല പരിപാടിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാതെ ദിസ് ഇസ് നോട്ട് റൈറ്റ്. ഇതെന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു നടക്കി പോകുന്ന ലക്ഷണമില്ല. ഇത് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ചർച്ചയാവും തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് കണ്ടു വീഡിയോ എടുക്കുന്ന സമയത്ത് ഷസാമിൻ്റെ ഭാഗത്തുനിന്നൊരു വീഡിയോ. കാരണം ഡെഫിനറ്റ്ലി ഇത് റിവ്യൂ ചെയ്യുന്ന എല്ലാവരെയും ബാധിക്കുന്ന. ഞാൻ വീണ്ടും പറഞ്ഞു, എൻ്റെ നിലപാടിൽ യാതൊരുവിധ മാറ്റമില്ല. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒരു പടം കണ്ടത് കഴിഞ്ഞതിന് ശേഷം അതിനെ കൊല്ലുന്ന രീതിയിൽ ആക്ഷേപമായിട്ട് അല്ലെങ്കിൽ അവരെ ബോഡി ഷെയിം ചെയ്ത് വളരെ ഷെയിം ചെയ്ത് സംസാരിച്ച് അതിൻ്റെ കഥയും ക്ലൈമാക്സും കാര്യങ്ങളും അതിൻ്റെ ത്രെഡ് കാര്യങ്ങളും പറയുന്ന രീതിയിൽ റിവ്യൂ ചെയ്യുന്നതിനോട് ഞാൻ സ്ഥിരം എതിർപ്പ് തന്നെ പ്രകടിപ്പിച്ചിട്ടുള്ളൂ. അത് ഈ എതിർപ്പ് ഞാൻ ഒരിക്കലും സീക്രട്ട് ഏജൻറ്റിനോ ഷസറിനോ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല അശ്വന്ത് കോക്ക് എന്ന വ്യക്തി തന്നെയാണ്. അത് അയാളുടെ ശൈലിനെ ഞാൻ പറഞ്ഞുള്ളൂ. അത് ഹെൽത്തി ആയിട്ട് തന്നെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളൂ. ബിക്കോസ് അതൊരു പ്രോജക്റ്റാണ്. അത് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് ഒരിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളൊന്നുമില്ല. ഒരു സംഭവമാണ്. അത് ചില ആസ്വാദനത്തിൻ്റെ ഡിഫറൻസാണ്. അത് പലർക്കും പല രീതിയിലായിരിക്കും. അപ്പോൾ അത് കൊല്ലാതിരിക്കുക എന്നുള്ള നമ്മുടെ പിന്നെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് മുന്നേ നമ്മളെ മനസ്സാക്ഷിയുടെ സംഭവം ഉണ്ടല്ലോ, നമ്മൾ സ്വയം നമ്മുടെ മനസ്സാക്ഷിനോട് ചോദിക്കുക, ഞാനിത് പറയണോ? പക്ഷേ ഇന്ന് സ്ഥിതി അതല്ല. കാരണം വെച്ചാൽ 150 രൂപ മാത്രമല്ല ഒരു സിനിമയ്ക്ക് പോകുമ്പോഴുള്ള ചിലവ്. അത് കൊണ്ടുപോയി കളയുക എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാവരും റിവ്യൂ സ്വാധീനിക്കും, അതിൽ യാതൊരു സംശയമില്ല. ഡെഫിനറ്റ്ലി റിവ്യൂകൾ ഏത് പ്രൊഡക്റ്റിൻ്റെ ആണെങ്കിലും സ്വാധീനിക്കും. പിന്നെ ഇപ്പോൾ എന്താ സിനിമയ്ക്ക് മാത്രം എത്ര പ്രത്യേകത? അപ്പോൾ അതിന് നിയന്ത്രിക്കാൻ പറ്റിച്ച് നിയന്ത്രിക്കുക. നിയമമോ പരിപാടിയോ കാര്യങ്ങളോ വെച്ചിട്ട് എന്തെങ്കിലും നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ നിയന്ത്രിക്കുക. അപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഹനിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള സാധനം വേറെ വരും. നമുക്ക് അവനവൻ്റെ കാര്യത്തിന്. പക്ഷെ ഇതൊക്കെ ഒരു ബിസിനസ് ആക്കുന്ന സമയത്ത് മാത്രമാണ് ഈ ഒരു വിഷയങ്ങൾ വരിക. അതിൽ നിന്നൊരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട്. കാരണം ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുള്ള സംഭവത്തിലുള്ള നല്ലത് പറഞ്ഞാൽ കാണില്ല, നേരെ മറിച്ച് വളരെ മോശമാക്കിയിട്ട് ഇതാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിനിപ്പോൾ കാഴ്ചക്കാർ കൂടും എന്നുള്ളതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ടേക്ക് കെയർ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.